മൃണാൾ കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട പേരില്ല. അദ്ദേഹം അത്രയ്ക്ക് ഫേമസ് ആയി, അത്രയ്ക്ക് പബ്ലിസിറ്റിയാണ്. എന്താണ് അഭിപ്രായം? സംഭവം നടന്നിട്ട് ഏകദേശം ഒരു മാസമായി. നമ്മൾ ഭയങ്കര ലേറ്റ് ആണ് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മൃണാൾ എന്ന് പറയുന്ന വ്യക്തി മുമ്പ് എന്താ പറയാ ഫുഡ് റിവ്യൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത്, ഫുഡ് ബ്ലോഗ് അല്ല. അതൊരു ഹോട്ടലിൽ പോകും, അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കും. പുള്ളി ഒരു 100 വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 80 വീഡിയോയും ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പുള്ളി ഇന്നലെ കഴിച്ച ഒരു ഭക്ഷണം പോലും നല്ലതാണെന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പുള്ളിയുടെ ഹോട്ടൽ തുടങ്ങുന്നത് വരെ. അതെ, അതുപോലെ പുള്ളിയുടെ ചോദിക്കുകയാണ് ബിരിയാണി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും ചേട്ടാ ബിരിയാണി ചിലപ്പം മോശമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും ബിരിയാണി കഴിച്ചിട്ട് വന്ന് ജസ്റ്റ് ടോക്കൺ എടുത്ത് കഴിച്ചു വന്ന ആളാണെങ്കിൽ പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലും നീ ഇത് കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളോട് വന്നിട്ടില്ല. അപ്പം നീ കഴിച്ചിരിക്കുന്നത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്ലൗഡ് കിച്ചണിൽ വെച്ചിരിക്കുന്ന ബിരിയാണികളുടെ സ്റ്റോക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതൊക്കെയാണ് പുള്ളി പറയുന്നത്. ഇതുപോലെ പുള്ളി ഒരു ദിവസം ചാത്തനാട് എന്തോ പുട്ടുംപരിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, അവിടെ പോയി എന്തൊക്കെ ചെയ്ത് പുള്ളി അതിലൂടെ ചീത്തയൊക്കെ ആയിട്ട് പോകുന്ന ആളാണ്. എനിക്ക് മനസ്സിലായ കാര്യം പുള്ളി ഇത്രയും നാള് മൃണാൾ എന്ന ആൾ ഇത്രയും നാൾ നടന്ന് പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഭയങ്കരമായ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ പുള്ളി മാക്സിമം നെഗറ്റീവ് ഉണ്ടാക്കി. ഇപ്പം മൃണാളിനെ പറ്റി എല്ലാവരും മോശം പറയുന്നു, എന്നിട്ടും പുള്ളി അതിനെപ്പറ്റി പിറ്റേ ദിവസം വന്നിട്ട് ഓക്കെ പുള്ളി ഒരുപാട് മാനറിസങ്ങളും ആക്ഷനൊക്കെ കാണിച്ചിട്ട് അത് ഇന്നതാണ് സംഭവം. ഇപ്പം നമ്മളിപ്പോൾ ചക്ക എന്ന് ചോദിക്കുമ്പോൾ പുള്ളി മാങ്ങ എന്ന് ഉത്തരം പറയുന്ന രീതിയിൽ സംസാരിച്ച് പുള്ളി തന്നെ വീടടുത്ത് കിടന്ന് ഉരുണ്ട് മറിയാൻ ഭയങ്കര കഴിവുള്ള ഇപ്പം 50 രൂപ ഷവർമയുടെ അത് കണ്ടിട്ടുണ്ട് ചർച്ചയിൽ. അതായത് പുള്ളി ഞാനന്ന് പറഞ്ഞതാ, അത് ഏത് വർഷം പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, അന്നും ഇന്നും 150 രൂപയ്ക്ക് 80 രൂപയ്ക്കും ഷവർമ കിട്ടും. എന്നിട്ട് ഉരുണ്ട് ചെളി കിടന്ന് മൊത്തം ഏത് ചെളിയായാലും ഒരു പ്രശ്നമില്ല. പുള്ളി ഈസി ആയിട്ട് ഇപ്പം നമ്മളൊരു സാധനം കൊള്ളില്ല എന്ന് പറയുന്നു, പുള്ളി അതിനെപ്പറ്റി തിരിച്ചു പുറത്തുനിന്ന് എങ്ങനെയൊക്കെ ഒരു ആരും ഈ പറയുന്ന പോലെ അതെങ്ങനെയാണ് അത് അങ്ങനെയാണ് മറ്റാണ് മറിച്ച് വീണ്ടും പുള്ളി സോഷ്യൽ മീഡിയയിൽ വരെയാണ്. അത് പുള്ളിയുടെ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ആണ്. ഇത് കണ്ടു കഴിയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും മൃണാളിനാളൊന്ന് പോയി നോക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? പിന്നെ എനിക്ക് നിങ്ങൾ ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ, അതെ നമുക്ക് ഇവിടെ പോയി കഴിക്കണോട്ടോ, കഴിച്ചു നോക്കണം എന്താ സംഭവം. ശരിക്കും പറഞ്ഞാൽ പുള്ളി വിജയിച്ചു. പുള്ളി ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് തന്ത്രമാണ്. കേരളത്തിൽ ഇപ്പൊ സെൻസേഷൻ ന്യൂസ് പുള്ളിയാണ്. തുറന്നു കഴിഞ്ഞ മൃണാളിന്റെ ഒരു റീലിൽ എല്ലാവരും പോയി ഇന്റർവ്യൂ എടുത്ത് റീച്ചാക്കി പ്രൊമോഷൻ, അതെ. പല സ്ഥലത്തുനിന്ന് ആളുകൾ വന്നിട്ട് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൃണാളാണ്, കഴിച്ചു നോക്കിയിട്ട് എന്ത് പറയൂ എന്നൊന്ന് കഴിച്ചു നോക്കണമല്ലോ, നോക്കട്ടെ മൃണാളെ എന്നൊക്കെ പറഞ്ഞു. മെയിൻ സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഉണ്ടാക്കിയ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് പുള്ളി തന്നെ ലൈവിൽ വന്നിട്ട് അത് പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ ആൾക്കാർ ചീത്ത. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് കോടികൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ 4-5 ഹോട്ടലിൽ അതാണ് പുള്ളിയുടെ മെയിൻ എന്ന് വെച്ചാൽ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പുള്ളി അടിപൊളിയാക്കി സൂപ്പറാക്കി അതുപോലെ നല്ല കണ്ടന്റ് ചെയ്ത് പുള്ളിയെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പുള്ളി പണി ഇടിപ്പിച്ച് പുള്ളിയുടെ എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് തന്ത്രത്തിൽ നെഗറ്റീവ് ഉണ്ടാക്കി പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് തോന്നിയത്. ഇത് കണ്ടു കഴിഞ്ഞാൽ മൃണാൾ എന്താണെന്ന് പോയി നോക്കണമല്ലോ എന്ന് പറയാത്ത പിള്ളേരുണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവം പുള്ളിയാക്കി മാറ്റി. അതാണ് എനിക്ക് തോന്നിയിരുന്ന കാര്യം. മൃണാൾ ഇപ്പോൾ സ്വന്തം ഈ പറയുന്ന കമന്റുകൾ നോക്കിയിട്ട് നിങ്ങൾ എന്താണ് കഴിച്ചത്, നിങ്ങൾ ഏതാണ് കഴിച്ചത്, നിങ്ങൾ ഇതൊന്നല്ല കഴിച്ചത്, നിങ്ങൾ എന്റെ അത് കഴിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചമ്മന്തിയുടെ വില കുറച്ച് മറ്റേ കോൺസെപ്റ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? കോൺസെപ്റ്റ് നമുക്ക് ആവശ്യമുള്ള, പക്ഷെ ഇതിനൊക്കെ അതിനെ കുറിച്ച് ശരിക്കും എന്താ അഭിപ്രായം? ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മേടിച്ചിട്ട് പൈസ കൊടുത്താൽ മതി. പുള്ളി പുതിയൊരു കോൺസെപ്റ്റ് ലോകത്തെങ്ങും ഇല്ല എന്നൊക്കെയാണ് പുള്ളി പറയണേ. അതെങ്ങനെയുണ്ട്? താങ്കൾ ഒരു ബിരിയാണി, സാധാ ചിക്കൻ ബിരിയാണി ഒരു ഫുള്ള് ഒരു ഷോപ്പ് ഒരു ബിരിയാണി കടയിൽ മാഞ്ഞാലി ബിരിയാണി എന്ന് വിചാരിക്കും, അവിടെ പോയി കഴിച്ചാൽ എത്ര രൂപയാവും ഒരു ഫുൾ ചിക്കൻ ബിരിയാണി? 150-160 അല്ലേ? 145 രൂപയാണ് പുള്ളിയുടെ ഒരു സിംഗിൾ ബിരിയാണിക്ക്. അല്ല, ഞാൻ ബിരിയാണിയുടെ ചോദിച്ചതല്ലേ, സദ്യ കഴിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് സാമ്പാർ വേണമെങ്കിൽ സാമ്പാറിന് പൈസ കൊടുക്കുക, തോരൻ വേണമെങ്കിൽ തോരന് പൈസ കൊടുക്കുക. ഞാൻ പറഞ്ഞ ആ പറയുന്ന പുള്ളി പറയുന്ന അതിന്റെ റേറ്റ് ഒരു സിംഗിൾ ബിരിയാണി ഒരു സിംഗിൾ ചിക്കൻ പീസിലാണ് തരുന്നത്. ഒരു ഫുൾ ചിക്കൻ ബിരിയാണിക്ക് 150 രൂപ ഉള്ളൂ. ആ 150 രൂപയ്ക്ക് പുള്ളി പറഞ്ഞത്. എന്നിട്ട് പുള്ളി പറയുന്നത് അല്ല അതിനൊപ്പം GST വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിയുടെ ആ സിംഗിൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി 145 രൂപ എത്ര ആളുകൾ എന്താ കഴിച്ചു നോക്കണമെന്നും പറഞ്ഞു പുള്ളി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഒരു ബജ്ജി കഴിക്കാന്ന് വെച്ചോ, എത്ര രൂപയാവും? ചിലവർക്ക് 6, ചിലവർക്ക് 7, ചിലവർ 10. ഇങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. 7 രൂപ കൂട്ട് മിനിമം, അല്ലെങ്കിൽ 8 രൂപ കൂട്ട്. മിക്ക സ്ഥലത്തും പട്ടണങ്ങളിൽ 10 രൂപ 10 കൂട്ട് എടുത്തിട്ടാണ് ബജിക്ക് കാര്യങ്ങൾക്കൊക്കെ. എക്സ്ട്രാ ചമ്മന്തിക്ക് പോയിട്ടില്ലെങ്കിലും അതിന്റെ GST ബില്ലൊക്കെ പുള്ളി എക്സ്ട്രാ ചമ്മന്തിക്ക് എത്രയാവുമ്പോൾ
പിന്നെ പ്ലസ് GST, ഒരു ബജി അല്ലെങ്കിൽ ഒരു പഴംപൊരി, പിന്നെ പുള്ളി വേറൊരു ചായപ്പൊടി. അല്ല, പുള്ളിയുടെ ഭയങ്കര ഇതുണ്ട്. നമ്മള് പഞ്ചസാരക്കിട്ട ചായക്ക് എത്ര രൂപ മേടിക്കുമ്പോ അപ്പൊ പഞ്ചസാര ഇടാത്ത ചായക്ക് ഇത്ര രൂപയല്ലേ. അപ്പൊ പുള്ളിയുടെ ഒരു ലോജിക്ക് ഉണ്ട്. എന്റെ പൊന്നോ, പുള്ളി അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളി അതിനൊക്കെ പറയുന്ന വന്നിട്ട് ന്യായീകരിക്കുന്നത് പുള്ളി അത്രയ്ക്ക് അടിപൊളി ബിസിനസ്സുകാരനാണ്. പുള്ളി വന്നിരിക്കല്ലേ ഒരു നാണോ ഒരു വിഷമോ ഒന്നും. സംഭവം ശരിക്കും കഷ്ടതകൾ, അതായത് കഷ്ടപ്പാടിൽ നിന്ന് ഇത്രയും വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിന്റെ അഹങ്കാരം പുള്ളി പാടില്ല. അഹങ്കാരമാണല്ല. എനിക്ക് അഹങ്കാരം എനിക്ക് തോന്നി അങ്ങനെയല്ല. നീയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോടാ, ഞാൻ ഇവിടെ ഉണ്ട്. നീയൊക്കെ എന്നെ എന്തോരം പൂട്ടിക്കാൻ ശ്രമിച്ചാലും, നീയൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഞാൻ ഇനി 10 ഹോട്ടൽ തുടങ്ങും. 10 ഹോട്ടലല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നീയൊക്കെ എന്നെ എന്ത് പറഞ്ഞാലും അതിന്റെ ബീറ്റ് ചെയ്ത് ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ് പുള്ളി അങ്ങോട്ട് പോവുകയാണ്. അല്ലാതെ നമ്മൾ ചോദിച്ച കാര്യത്തിന് മറുപടിയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യത്തിന് മറുപടി ഇതൊന്നും വിഷയമില്ല. അതുമല്ല, പുള്ളി പറയുന്നില്ലേ, എനിക്ക് ഈ പറയുന്ന ഒരു ഷുഗർ ഇല്ലാത്ത ടീ തരുമ്പോ അത് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അതല്ല, സ്റ്റാഫിനോട് പറയാം നിങ്ങൾ എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. അവനോട് 10 മിനിറ്റ് എക്സ്ട്രാ പണിയെടുക്കണ്ട. ചായ അതിന് അവന് പൈസ കൊടുക്കണ്ട. അവന് മണിക്കൂറല്ലേ. പുള്ളി ഏറ്റവും കൂടുതൽ വലിയ ടൈലിട്ടേക്കുന്ന ബാത്റൂമിൽ നിന്നല്ലേ അവൻ ചായ അടിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. പിന്നെ ഈച്ചയുടെ കേസൊക്കെ പോട്ടേന്ന് വെക്കാം. അതിപ്പം ഈച്ച വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എന്താ പറയാ, കെമിക്കൽ അല്ലാത്ത യൂസ് ചെയ്യുന്ന ഫുഡുകളിലൊക്കെ ഈച്ച വന്നിരിക്കണം നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് കെമിക്കലുള്ള സ്ഥലത്ത് ഈച്ച വരില്ലല്ലോ. എന്റെ പൊന്നു വച്ചാണ് ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും ഈ പറയുന്ന പോലെ ഈച്ചകള് കാര്യങ്ങളും. പുള്ളി പറയുന്ന ലോജിക്ക് അങ്ങനെ. ഇവിടെ പുള്ളി പണ്ട് പല സ്ഥലത്തും ചെന്നിട്ട് ഇവിടേക്ക് എന്ത് ഈച്ചയാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ഈ കാര്യങ്ങൾ മൊത്തം അതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയാം. പണ്ട് ആളുകൾ അങ്ങനെ. അപ്പൊ പുള്ളി ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവിടെ ചെന്ന് വൃത്തി ഇല്ല അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ പുള്ളി 100 പുള്ളി നല്ലൊരു ബിസിനസ്സുകാരനെന്നുള്ള കാര്യം മനസ്സിലാകുന്ന കാര്യം പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോ തുടങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ തിരിച്ച് എനിക്ക് വരും, അതിന് പുള്ളി നല്ലൊരു സൊല്യൂഷൻ, ഒരു ആൻസർ പുള്ളി കണ്ടുപിടിച്ചിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയിരിക്കുന്നതെന്നാണ് 100% ഉറപ്പ്. അതുകൊണ്ടാണ് പുള്ളി ഇപ്പൊ കഴിഞ്ഞ ദിവസം തീറ്റ മത്സരം നടത്തുന്നു. നിങ്ങൾ നല്ലൊരു ഫുഡ് ബ്ലോഗറാണോ അല്ലെങ്കിൽ നിങ്ങൾ വ്ലോഗറാണോ, നിങ്ങൾ എന്നെ വിളിക്കും, നമ്പർ തരാം എന്ന് പറഞ്ഞ പുള്ളിയുടെ നമ്പർ തരാണ്. വിളിക്കണ്ട, മെസ്സേജ് അയച്ചാൽ മതി. ഭയങ്കര തിരക്കാണ്. ഇതൊക്കെ ഒരു ട്രിക്കാണ്. പുള്ളിന്റെ ഐഡന്റിറ്റി പറയണം. വാട്സാപ്പിൽ പുള്ളി തെറി പറയും. ഇതൊക്കെ വിചാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പുള്ളി നമ്പർ. ചില ആളുകൾക്ക് ഇല്ല, പുള്ളിയുടെ ഭയങ്കര ബുദ്ധികൂർമ്മതയാണ്. ബുദ്ധികൂർമ്മത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇത്ര നാളത്തെ എക്സ്പീരിയൻസ്, ഇത്ര നാൾ പല നാടുകളിൽ പോയി ഭക്ഷണം കഴിച്ച അതിന്റെ എക്സ്പീരിയൻസ് ആണ് പുള്ളി ഇതിൽ ചെയ്തിരിക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. പുള്ളി വിളിക്കും. പുള്ളി കഴിക്കുന്നുണ്ടോ എങ്ങനെയാ നമുക്ക് നോക്കാം. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കാം. നല്ല ലക്ഷ്യം. അതെ, നമ്മൾ വീഡിയോ ചെയ്തു, നമ്മൾ അടുത്ത ദിവസം പോയി കഴിക്കണം. അല്ല, എന്താണ് സംഭവം നോക്കാം. പുള്ളി പറഞ്ഞ കാര്യത്തിനാണ് ഞാൻ നമ്മൾ ഈ മറുപടി പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, പോയി കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് വ്ലോഗ് ചെയ്യാം. അതെ, അപ്പൊ എന്തായാലും അവിടെ പോയി കഴിച്ചു നോക്കിയിട്ട് യഥാർത്ഥ അഭിപ്രായം പറയാം. പുള്ളിയുടെ ഹോട്ടലിനെ പറ്റിയൊക്കെ പറയേണ്ട യാതൊരു, നമ്മൾ ഫുഡ് ബ്ലോഗറോ ഫുഡ് റിവ്യൂവറോ ഒന്നും അല്ല. നമ്മള് പുള്ളിയുടെ ഈ സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്ന ഇത് കാണുമ്പോൾ നമുക്ക് പറയണമെന്ന് തോന്നി, കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ലേറ്റ് ആയിപ്പോയി അല്ലേ. നമ്മള് 2-3 ആഴ്ചയായിട്ട് വിചാരിക്കുന്ന ചെയ്യണം. അപ്പൊ ലേറ്റ് ആയിപ്പോയി. എന്തായാലും ഇനി നിങ്ങൾ ഹംഗ്രി മൃണാളിൽ പോയി ഭക്ഷണം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയണ, കഴിക്കണം എന്നാണ് പറയുന്നത്. അവിടെ പോയിട്ട് അത് നമ്മളിപ്പോ എന്ത് കാര്യമാണെങ്കിലും അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. അതെന്താണെന്ന് നോക്കുക. അത് നല്ല കാര്യം. മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാതെ നമുക്ക് സ്വന്തമായിട്ട്, അതാണ് പുള്ളിയുടെ ആവശ്യം. എന്തിനാട്ടോ നമ്മുടെ 10 കിട്ടാണെങ്കിൽ കിട്ടട്ടെ, ജീവിച്ചു പോട്ടെ. ഓക്കെ, അതെ. അല്ല, പുള്ളി എന്ത് കാര്യമോ എന്തിന്റെ റിവ്യൂ ആണെങ്കിലും അവിടെ പോയിട്ട് ഫീൽ ചെയ്യുക. പക്ഷെ പുള്ളി പൊട്ടിച്ച ഒരുപാട് കഥകളുണ്ട്. അവരുടെയൊക്കെ പ്രാക്കാരിക്കും തോന്നണം അല്ലേ. നെഗറ്റീവ് റിവ്യൂ. നമ്മൾ സംരംഭം തുടങ്ങുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കും. അപ്പൊ ഇതുപോലെ ഒരുപാട് വിഷമങ്ങൾ പുള്ളി പലർക്കും കൊടുത്തിട്ടുണ്ട്. ആ ഒരു വിഷമമാണ് ഇപ്പൊ പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന. പുള്ളിക്ക് വിഷമമല്ല, പുള്ളി അതിനെ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. പോസിറ്റീവായിട്ട് കാശ് പോക്കറ്റിലേക്ക് കാശ് വീണുകൊണ്ടിരിക്കുന്നു. പുള്ളിയുടെ കാര്യത്തിൽ നടന്നത്. കട പൂട്ടിപ്പോയി. പുള്ളി വേറെ കടകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. ഒരു ലൈഫ് എങ്ങനെ എടുക്കണമെന്ന് പഠിക്കാനും കൂടി വേണ്ടി നമുക്ക് പറ്റും. ഇത്രയും നെഗറ്റീവ് വന്നിട്ടും പുള്ളി അടുത്ത് കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോയിൽ പറയാം 4 ഹോട്ടൽ തുടങ്ങാൻ പോകും. അതെ, അതാണ് പുള്ളി. അത് അങ്ങനെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അപ്പൊ എന്തായാലും ഹംഗ്രി മൃണാളിൽ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം.